തിരിച്ചടിക്കില്ലെന്നുറപ്പുള്ളവനെ തല്ലാനുള്ള ധൈര്യം ഒരാൾക്ക് വെറുതെ കിട്ടുന്നതല്ല. അത് അധികാരശ്രേണിയിൽ മറ്റൊരാൾക്കുമേൽ നിങ്ങൾക്കുള്ള ആധിപത്യത്തിന്റെ പ്രകടനമാണ്. 27 വയസ്സുള്ള ഒരു ദലിത് യുവാവിനെ തല്ലിക്കൊല്ലാനും കുറ്റബോധമൊന്നും ഇല്ലാതിരിക്കാനുമുള്ള ഒരാൾക്കൂട്ടത്തിന്റെ ഹുങ്കിന്റെ പേരാണ് ജാതി. മധുവിന്റെ ജീവന് ഈ സമൂഹമാണ് ഉത്തരം പറയേണ്ടത്. അതെ, അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്ന മധു. ഒരു പിടി അരിയും പലവ്യഞ്ജനങ്ങളുമാണ് അട്ടപ്പാടി ചിണ്ടകൈ സ്വദേശിയായ മധു കട്ടെടുത്തത്. വിശന്ന് വലഞ്ഞപ്പോൾ വേറെ വഴിയില്ലാഞ്ഞിട്ട് ചെയ്തു പോയതാണ്. മുഴുപട്ടിണിയിൽ കഴിയുന്ന ആ മനുഷ്യൻ ഈ സമൂഹത്തിന്റെ മുഖ്യധാര ജീവിതത്തിന്റെ ഭാഗമല്ല. അയാൾ മരിച്ചാലും ജീവിച്ചാലും ഈ സർക്കാർ സംവിധാനങ്ങൾ അതറിയില്ല. കൊല്ലാതിരിക്കാൻ പോലുമുള്ള കരുണ 100% സാക്ഷരതയുള്ള ഈ സമൂഹത്തിനില്ലായിരുന്നു. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്ന മധുവിനെ കേരളത്തിന് മറക്കാൻ കഴിയില്ല. ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയ ആ കൊലപാതകത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് കുറ്റവും ശിക്ഷയും. ഇന്നത്തെ കാലത്ത് എവിടെയാണ് ജാതി, അതൊക്കെ പണ്ടല്ലേ എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന നിഷ്കളങ്കരുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം. ഒരു പിടിയരിയും പലവ്യഞ്ജനങ്ങളും കുരുമുളകും മോഷ്ടിച്ചതിനാണ് മധു കൊല ചെയ്യപ്പെട്ടത്. ഒരു നേരത്തെ ഭക്ഷണം പോലും ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട സിസ്റ്റവും കൂടി ചേർന്നാണ് മധുവിനെ തല്ലിക്കൊന്നത്. സമൂഹം അദൃശ്യരാക്കി മാറ്റിയ ഒരു ജനത എങ്ങനെയാണ് മരിച്ചില്ലാതാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ ഉദാഹരണമല്ല മധു. ഫെബ്രുവരി 22 അട്ടപ്പാടി മുക്കാലിക്ക് സമീപമുള്ള കാട്ടിലെ ഒരു കല്ലിടുക്കിലാണ് മധു താമസിക്കുന്നത്. 2-3 ദിവസമായി കാര്യമായി എന്തെങ്കിലും കഴിച്ചിട്ട്. കാടിന് പുറത്തുള്ള മനുഷ്യരെ അയാൾ അധികം കാണാറില്ല. കഴിയാവുന്ന അത്രയും ദിവസം പട്ടിണി കിടക്കും. വിശപ്പ് സഹിക്കാൻ കഴിയാതാകുമ്പോൾ മാത്രമാണ് പുറത്തേക്കിറങ്ങുന്നത്. വിശപ്പ് സഹിക്കാൻ സാധിക്കാതെ മധുവിൻ്റെ വയറെരിയാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നറിയാനാണ് അയാൾ പതുക്കെ പുറത്തേക്കിറങ്ങിയത്. പക്ഷേ മരണത്തിലേക്കാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് മധുവിനറിയില്ലായിരുന്നു. മധു അട്ടപ്പാടി ചിണ്ടക്കൈ സ്വദേശിയാണ്. അടിസ്ഥാന വിദ്യാഭ്യാസമില്ല. 7ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് മധുവിൻ്റെ അച്ഛൻ മരിക്കുന്നത്. പിന്നെ മധു സ്കൂളിലേക്ക് പോയിട്ടില്ല. ബാധ്യതകളെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിച്ചിട്ടുമില്ല. ബാല്യത്തിൽ തന്നെ കുടുംബത്തിൻ്റെ മാറാപ്പ് തലയിലേക്കെടുത്തു വെച്ചു. പണിയെടുത്ത് ജീവിച്ചുകൂടേടാ എന്ന് ചോദിച്ചാണ് നാട്ടുകാർ മധുവിനെ തല്ലിയത്. പണിയെടുത്ത് ജീവിക്കാൻ പോയവനായിരുന്നു അവൻ. അതിന് സമ്മതിക്കാതിരുന്നത് ഈ സമൂഹമാണ്. കൗമാരം മുതൽ പല പണികളെടുത്ത മധു കുടുംബം പുലർത്താൻ ഒരു തൊഴിൽ പഠിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഗോത്രവികസന പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് വെച്ച് മധു മരപ്പണിയിൽ പരിശീലനം നേടി. പണി പഠിച്ചു. ഇനി ആരുടെയും മുന്നിൽ തലകുനിക്കാതെ ജീവിക്കാം എന്നാണ് മധു കരുതിയത്. പക്ഷേ വിധി മറിച്ചായിരുന്നു. മരപ്പണിക്കായി ആലപ്പുഴയിലെത്തിയ മധുവിനെ പണിസ്ഥലത്ത് വെച്ച് ആളുകൾ മർദ്ദിച്ചു. ജീവിതമൊരിക്കലും ആ പാവത്തോട് കരുണ കാണിച്ചിട്ടില്ല.
എല്ലാം മതിയാക്കി ആ സാധുവിന് തിരിച്ചു പോരേണ്ടി വന്നു. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് മധു വീണ്ടും അട്ടപ്പാടിയിലേക്കെത്തി. ജോലിയില്ല, പണമില്ല, ഭക്ഷണമില്ല, മാറിയൊടുക്കാൻ ഒരു മുണ്ടുപോലുമില്ല. അയാൾ അലഞ്ഞു നടക്കാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയത് തിന്നു, എത്തിയെടുത്ത് കിടന്നുറങ്ങി. നാട് അസഹനീയമായി തുടങ്ങിയതോടെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണമെന്നായി മധുവിന്റെ ചിന്ത. തന്നെ കാണുമ്പോൾ തല്ലാനോങ്ങുന്ന ഈ മനുഷ്യരില്ലാത്ത ഏത് നാടാണുള്ളത്? ഒടുവിൽ സമീപത്തെ കാട്ടിലേക്ക് കയറാൻ തീരുമാനിച്ചു. കല്ലിടുക്കുകളിലുള്ള ഗുഹ എന്ന് വിളിക്കാൻ പോലും സാധിക്കാത്ത ഒരു പൊത്തിലാണ് മധു താമസിച്ചത്. വിശക്കുമ്പോൾ മാത്രം മനസ്സില്ലാ മനസ്സോടെ തന്നെ ഉൾക്കൊള്ളാത്ത ഈ ലോകത്തേക്ക് മധു ഇറങ്ങി വരും. കിട്ടുന്നത് എന്തെങ്കിലും കഴിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ച് കാട് കയറും. കാടിറങ്ങിയാൽ അടുത്തുള്ള കവല മുക്കാലിയാണ്. ഒരു 4 കൂടി ജംഗ്ഷൻ, 3-4 കടകളുണ്ട്. വിശപ്പ് സഹിക്കാനാകാതെയാണ് മധു അന്ന് മുക്കാലി കവലയിലെത്തിയത്. കയ്യിൽ ഒരു രൂപ പോലുമില്ല, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഏതെങ്കിലും കടയിൽ കയറി ഒരു പിടി അരിവാരിയെടുത്ത് ഓടുകയല്ലാതെ വേറെ രക്ഷയില്ലായിരുന്നു അവന്. ഫെബ്രുവരി 22 രാവിലെ 11 മണിയായി കാണും. കാടിറങ്ങിയ മധു മുക്കാലി കവലയിൽ നിൽക്കുകയാണ്. ഇന്നുകൂടി വിശപ്പ് സഹിക്കാൻ സാധിക്കില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ സംഘടിപ്പിക്കണം, ഇല്ലെങ്കിൽ വിശന്നു മരിക്കും. കുറച്ചധികം സമയം മധു കടകൾക്ക് സമീപം കാത്തുനിന്നു. കടക്കാരൻ എങ്ങോട്ടെങ്കിലും മാറുന്ന സമയത്ത് മാത്രമേ കടയിൽ കയറി എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ കഴിയൂ. ഒടുവിൽ ഒരു കടക്കാരൻ പുറത്തേക്ക് പോയി. രണ്ടും കൽപ്പിച്ച് മധു കടയ്ക്കടുത്തേക്ക് നടന്നു. കയ്യിൽ കൊള്ളാവുന്ന അരിയും കുരുമുളകും കുറച്ച് സവാളയും എടുത്തു. മരിച്ചു പോകാതിരിക്കാനാണ് ഈ സാഹസത്തിന് മധു തുനിഞ്ഞത്. കിട്ടിയ സാധനങ്ങളുമായി ജീവനും കൊണ്ടോടി. കാട്ടിൽ താൻ താമസിച്ചിരുന്ന കല്ലിടുക്കിലേക്ക് മധു ഓടിക്കയറി. ആരെങ്കിലും പിറകെ വരുമോ എന്ന ഭയത്തിലാണ് മധു അവിടെ ഇരുന്നത്. ഓടിയത് കാരണം നല്ല കിതപ്പുണ്ടായിരുന്നു. അതിനൊപ്പം ആരെങ്കിലും പിടിക്കുമോ എന്ന പേടിയും. തൻ്റെ ശ്വാസഗതി സാധാരണ നിലയിലാക്കാൻ മധു ഒരുപാട് സമയമെടുത്തു. എടുത്തുകൊണ്ടുവന്ന അരിയും പലവ്യഞ്ജനങ്ങളും വാരിപ്പിടിച്ച് മധു നിശ്വസിച്ചു. ഇതിനോടകം തന്നെ സാധനം മോഷ്ടിച്ചത് മധുവാണ് എന്ന വാർത്ത നാട്ടിലാകെ പരന്നിരുന്നു. ആളുകൾ കവലയിലൊത്തുകൂടി. അവനെ തല്ലണം. ഇനി ഒരു സാധനവും കക്കാൻ അവൻ്റെ കൈ പൊങ്ങരുത്. ആൾക്കൂട്ടം ആക്രോശിച്ചു. മധുവിനെ തേടി കൊല്ലാനുള്ള ത്വരയോടെ ആൾക്കൂട്ടം പരക്കം പാഞ്ഞു. അവർക്ക് മധു താമസിക്കുന്ന കല്ലിടുക്കിലെ ഗുഹ അറിയില്ലായിരുന്നു. പക്ഷേ എങ്ങനെയും മധുവിനെ പിടിക്കാൻ കാടിളക്കി തിരച്ചിൽ തുടങ്ങി ആ ക്രിമിനൽ സംഘം. ഒടുവിൽ മധു ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. കാട്ടിൽ മരക്കമ്പുകൾ ശേഖരിക്കാൻ കയറിയ നാട്ടുകാരൻ പേടിച്ചരണ്ട് കല്ലുകൾക്കിടയിലിരിക്കുന്ന മധുവിനെ കണ്ടു. മരണമാണ് ഒരു മനുഷ്യരൂപത്തിൽ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നതെന്ന് മധുവിന് മനസ്സിലായി. അവൻ്റെ കണ്ണുകളിൽ ഭയത്തിൻ്റെ ഇരുട്ടുവന്ന് നിറഞ്ഞു.
മധുവിനെ കണ്ട വിവരം കാടുകയറി തിരകയായിരുന്ന അക്രമി സംഘത്തിന് ലഭിച്ചു. ഒരു ഇരയെ കിട്ടിയ വേട്ടക്കാരെ പോലെ അവർ ആഹ്ലാദിച്ചു. ഇനി അവനെ തല്ലി അവശനാക്കാതെ അവർക്ക് സമാധാനമില്ല. കൂട്ടം കൂടി വിചാരണ, നാട്ടുകാർക്കിടയിലൂടെ വലിച്ചിഴക്കൽ, കവലയിലിട്ട് അരീശം തീരുന്നവരെ തല്ലൽ. അക്രമി സംഘത്തിന്റെ ആഗ്രഹങ്ങൾ അങ്ങനെ പലതായിരുന്നു. പേടിച്ചരണ്ട മധുവിന് അക്രമി സംഘം വരുന്നതിന് മുമ്പ് താൻ താമസിച്ചിരുന്ന പൊത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ പോലും സാധിച്ചില്ല. അവർ കൂട്ടം ചേർന്ന് മധുവിനടുത്തെത്തി. വലിച്ചു പിടിച്ചിറക്കി. ഉടുത്ത മുണ്ട് ആദ്യം പറിച്ചെടുത്തു. കൈകൾ ചേർത്ത് കെട്ടി. ഇവനൊക്കെ ചത്താൽ പോലും ആരും ചോദിക്കാൻ വരില്ല എന്ന അധികാരത്തിന്റെ അഹങ്കാരം ആൾക്കൂട്ടത്തിനുണ്ടായിരുന്നു. ഒരു മൃഗമായി പോലും അവനെ അവർ പരിഗണിച്ചില്ല. പാറക്കൂട്ടത്തിന് നടുവിൽ നിർത്തി ആൾക്കൂട്ടം മധുവിനെ വളഞ്ഞു. നീ എന്തിനാടാ അരി കട്ടത്? ആദ്യത്തെ അടി വീണു. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഒരാൾ കൈനിവർത്തി തല്ലിയാൽ തളർന്നു പോകുമായിരുന്നു മധു. അത് ആൾക്കൂട്ടത്തിനും അറിയാം. പക്ഷേ മധുവിൻ്റെ മുതുകിലും നെഞ്ചിലും കൈകൾ പതിച്ചുകൊണ്ടേയിരുന്നു. ഒന്ന് കരയാൻ പോലും കഴിയാതെ അവൻ കൈകൾ കൂപ്പി ആ ആൾക്കൂട്ടത്തിന് മുന്നിൽ നിശബ്ദനായി നിന്നു. ശബ്ദം പോലും ഉയർത്താൻ സാധിക്കാതെ നിന്ന മധുവിനെ തുടർച്ചയായി അവർ തല്ലിക്കൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിന് ഹരം കയറി. തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി. ആക്രമണത്തിൽ ഉന്മാദികളായി മാറിയ സംഘം അവരുടെ കയ്യൂക്ക് ആവർത്തിച്ചുപയോഗിച്ചു. എത്ര തല്ലിയാലും പ്രതികരിക്കാത്ത അത്ഭുത വസ്തുവിനെ കിട്ടിയ ആവേശത്തിൽ അവർ അവശനായ മധുവിനൊപ്പം നിന്ന് സെൽഫികളെടുത്തു. കാഴ്ച ബംഗ്ലാവിൽ പോയ കൗതുകത്തോടെ. കൈകൾ കൂട്ടിക്കെട്ടിയ മധുവിൻ്റെ തലയിൽ അക്രമി സംഘം കനമുള്ളൊരു ചാക്ക് കെട്ടെടുത്തു വെച്ചു. സമയം ഉച്ചയ്ക്ക് 2:30. കൊല്ലാക്കൊല ചെയ്ത പാറക്കൂട്ടത്തിൽ നിന്ന് 4 കിലോമീറ്റർ നടത്തി മുക്കാലി ടൗണിലെത്തിച്ച മധുവിനെ എന്നിട്ടും ആ കൊലയാളി സംഘം വെറുതെ വിട്ടില്ല. വീണ്ടും പൊതുവിചാരണ. നാടകീയമായി പിടികൂടിയ കള്ളനെ ആവശ്യത്തിന് തല്ലിയതിനു ശേഷം പോലീസിലേൽപ്പിക്കുക എന്നതാണ് ആൾക്കൂട്ടത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ നാട്ടുകാർക്കിടയിൽ നായക പരിവേഷവും. പക്ഷേ അമിതാത്മവിശ്വാസത്തിൽ ആൾക്കൂട്ടത്തിന് കാര്യങ്ങൾ കൈവിട്ടുപോയി. സമയം 3 മണി. മർദ്ദനം തുടരുന്നതിനിടെ മധു അവശനായി. അപ്പോഴേക്കും ആൾക്കൂട്ടം അരിശം തല്ലിത്തീർത്ത് കഴിഞ്ഞിരുന്നു. ഇനി കള്ളനെ പോലീസിന് കൊടുക്കാം എന്നാണ് തീരുമാനം. അക്രമി സംഘം തന്നെ പോലീസിനെ വിളിച്ചു. അല്പസമയത്തിനുള്ളിൽ പോലീസ് എത്തി. അവശനായ മധുവിനെ പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മധുവിൻ്റെ ജീവന് പോലീസും വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. പേരിനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാം, അത്രയേ ഉള്ളൂ. അവശനായി ജീപ്പിലിരിക്കുകയാണ് മധു. അനുകമ്പയുടെ തരിമ്പ് പോലും പോലീസുകാരുടെ മുഖത്തില്ല. യാത്രക്കിടെ മധു ഒന്ന് ഛർദ്ദിച്ചു. തൊട്ടടുത്ത നിമിഷം പോലീസ് ജീപ്പിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു. മധുവിൻ്റെ ഹൃദയമിടിപ്പ് പതിയെ താഴ്ന്നു. സമയം 4:15. പോലീസ് വാഹനം ആശുപത്രിയിലെത്തി. അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മധുവിൻ്റെ ശരീരത്തിൽ അപ്പോൾ ജീവനുണ്ടായിരുന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ ഡോക്ടർമാർ ആ വിവരം പോലീസിനെ അറിയിച്ചു. മധു മരിച്ചിരിക്കുന്നു. ആന്തരിക അവയവങ്ങൾക്ക് സാരമായ പരിക്കു പറ്റിയിരുന്നു. മധുവിന്റെ തലയ്ക്കുപിറകിൽ ശക്തമായി മർദ്ദനമേറ്റതിനെ തുടർന്ന് സാരമായി പരിക്കേറ്റിരുന്നു. മൃഗീയമായ മർദ്ദനത്തിൽ മധുവിന്റെ വാരിയെല്ലുകൾ തകർന്നിട്ടുണ്ട്. ശരീരത്തിൽ 42 മുറിവുകൾ.
അക്രമി സംഘം ഇഞ്ചിഞ്ചായി ആ ശരീരത്തിൽ നിന്ന് ജീവൻ എടുക്കുകയായിരുന്നുവെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ ഏറെ സമയമൊന്നും വേണ്ടിവന്നില്ല. മധുവിനെ പോലെ നാട്ടിൽ അലഞ്ഞു നടക്കുന്ന, കാട്ടിലെ കല്ലിടുക്കിൽ ജീവിക്കുന്ന ഒരാളുടെ ജീവനെടുത്താൽ ആർക്കാണ് ഛേദം? പോലീസ് ഉൾപ്പെടെ എല്ലാവരും ഈ ചോദ്യം മനസ്സിൽ ചോദിച്ചു. മുഖ്യധാരാ ജീവിതമില്ലാത്ത ഒരു ആദിവാസി ചെറുക്കൻ ചത്തുപോയി, അതിനപ്പുറം എന്ത്? പക്ഷേ കേരള സമൂഹം പ്രതികരിച്ചത് അങ്ങനെയായിരുന്നില്ല. അധികാര സംവിധാനങ്ങളുടെയും കൊലയാളി സംഘത്തിൻ്റെയും പ്രതീക്ഷകൾ അസ്ഥാനത്തായിരുന്നു. മരണശേഷവും തീർന്നില്ല മധു എന്ന മനുഷ്യനോടുള്ള അവഗണന, അവജ്ഞ. കാരണം അവൻ വെറും കാടിന്റെ മകനാണ്. മാധ്യമങ്ങളും പൊതുസമൂഹവും അന്ന് കാണിച്ച ജാഗ്രത പക്ഷേ കേസ് നടത്തിപ്പിൽ പ്രതിഫലിച്ചില്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് 4 തവണ മാറിയത് കേസിന്റെ നടത്തിപ്പിനെ തന്നെ ബാധിക്കുന്ന സ്ഥിതിയുണ്ടായി. കാടിന്റെ മക്കളെ കടിച്ചു കീറിയാൽ ആരാണിവിടെ ചോദിക്കാൻ എന്ന പഴമ്പാട്ട് അന്വർത്ഥമാകുന്ന തരത്തിലായിരുന്നു പിന്നീട് നടന്ന സംഭവവികാസങ്ങൾ. എങ്കളമേത്ത് ചോര പൊടിഞ്ചാൽ നാട്ടിലെ അമ്പ്രാൻ എന്താ? എങ്കളക്കൂരയിൽ പശിയിരുന്നാൽ നാട്ടിലെ അമ്പ്രാൻ എന്താ? അതെ, അവരുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞാലും അവരുടെ കൂരയിൽ നിന്ന് വിശപ്പ് തിളച്ചാലും നാട്ടിലെ തമ്പ്രാക്കൾക്ക്, ഭരണകൂടത്തിന് അതൊരു പ്രശ്നമാകുന്നില്ലല്ലോ. മധുവിനെ ആൾക്കൂട്ടം വിചാരണ ചെയ്തു കൊന്ന കേസ് ഒടുവിൽ കോടതിയിലെത്തി. 2022 മെയ് 31 മണ്ണാർക്കാട് SC/ST കോടതി. അഗളി പോലീസ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ പ്രതികൾ 16. കോടതിയിൽ കേസെത്തി. പിന്നാലെ അട്ടിമറിക്കുള്ള നീക്കവും. 2022 ഏപ്രിൽ 17 ആൾക്കൂട്ട വിചാരണ കൊലയുടെ കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിച്ചു. 2022 ജൂണിൽ വിചാരണ തുടങ്ങി. വിചാരണ നടപടികൾ തുടങ്ങിയതിന് പിന്നാലെ കേസിൽ കൂറുമാറ്റവും തുടങ്ങി. ആദ്യം കൂറുമാറിയത് 10ാം സാക്ഷി, ശേഷം 11ാം സാക്ഷി. പിന്നീട് പ്രോസിക്യൂഷൻ എത്തിച്ച സാക്ഷികൾ പലതും കൂട്ടിൽ കയറി നിന്ന് മൊഴി വിഴുങ്ങി. മധുവിനെ നിലത്തിട്ട് 1 മുതൽ 4 വരെയുള്ള പ്രതികൾ വലിച്ചിഴയ്ക്കുന്നത് കണ്ടതല്ലേ? ഇല്ല, ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ പോലീസിന് നൽകിയ മൊഴിയോ? അത് ഓർമ്മയില്ല. സാക്ഷി കൂറുമാറിയിരിക്കുന്നു, യുവർ ഓണർ. കേസിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത്? ഇത്തരത്തിലാണ് കേസ് നടത്തിപ്പെങ്കിൽ അന്തിമവിധിയുടെ കാര്യം ഇപ്പോൾ തന്നെ പറയാം. കേസ് നടത്തിപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വന്നതോടെ പ്രോസിക്യൂഷനും പ്രതിക്കൂട്ടിലായി. എന്നാൽ മധുവിന്റെ അമ്മ, മല്ലിയും സഹോദരിമാരും പക്ഷേ നീതിക്കായുള്ള പോരാട്ടം തുടരുക എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു. അവർ മധുവിന് നീതി കിട്ടാനായി പുതിയ പ്രോസിക്യൂട്ടർ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേസിന്റെ നടത്തിപ്പിൽ മധുവിന്റെ കുടുംബത്തിന് അതൃപ്തി. സാക്ഷികൾ കൂറുമാറുന്നത് കുടുംബത്തെ വല്ലാതെ ഭയപ്പെടുത്തി. കേസന്വേഷണം കാര്യക്ഷമമായി നടത്തും. കോടതിയിലെത്തിയാൽ കേസ് നടത്തിയ പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കും. മധുവിന്റെ കൊലപാതകം രാഷ്ട്രീയ ശ്രദ്ധ നേടിയ കാലത്ത് സർക്കാർ നൽകിയ ഉറപ്പാണ്. കേസിൽ ആദ്യം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിതനായത് അഡ്വക്കേറ്റ് പി ഗോപിനാഥ്. കേസിന്റെ തുടക്കത്തിൽ അദ്ദേഹം സാക്ഷികളെ കണ്ടു, കേസ് പഠിച്ചു. പക്ഷേ കേസിന്റെ സുഗമമായ നടത്തിപ്പിന് മണ്ണാർക്കാട് തന്നെ ഒരു ഓഫീസും താമസ സൗകര്യവും വേണമെന്ന് സർക്കാരിനെ അറിയിച്ചെങ്കിലും 2 മാസം കഴിഞ്ഞും അനുകൂല തീരുമാനമുണ്ടായില്ല. അഡ്വക്കേറ്റ് പി ഗോപിനാഥ് മധു കേസിൽ നിന്ന് പിൻവാങ്ങി. രണ്ടാമതെത്തിയത് അഡ്വക്കേറ്റ് VT രഘുനാഥ്. കുടുംബത്തിന് പക്ഷേ ഈ പേരിൽ തൃപ്തിയില്ല. അധികം വൈകിയില്ല.
ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ടി രഘുനാഥ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനം ഒഴിഞ്ഞു. സർക്കാരിനുമേൽ വിമർശനത്തിന്റെ കൂരമ്പുകൾ പതിച്ചു. എങ്കളമേലെ ചോര പൊടിഞ്ചാൽ യാര് കേക്കും സർക്കാരെ. അയാൾക്ക് ചോദിക്കാൻ അന്നുമാരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ പട്ടിയേക്കാൾ മൃഗീയമായി നിങ്ങൾ തല്ലിക്കൊന്നത്? ശേഷം നിയമത്തിന് മുന്നിൽ നിന്നും പ്രതികളെ രക്ഷിക്കാനാണോ ഈ നാടകങ്ങൾ? ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു. ഒടുവിൽ അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. സർക്കാർ ഒന്നുകൂടി ചെയ്തു. മധുവിൻ്റെ അമ്മ മല്ലിയും സഹോദരിമാരും പറഞ്ഞ ആ പേര് അഡ്വക്കേറ്റ് രാജേഷ് മേനോൻ അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമനം. മധുവിൻ്റെ കുടുംബം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ സമീപിച്ചു. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ രാജിവെച്ചു. രാജേഷ് മേനോൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. കേസ് കോടതിയിലെത്തിയപ്പോൾ ആദ്യഘട്ടത്തിലുണ്ടായ സാക്ഷികളുടെ കൂറുമാറ്റം പിന്നീട് കണ്ടില്ല. കോടതിയും കേസ് ഗൗരവത്തോടെ കണ്ടു. ഇനി ശിക്ഷാവിധിയാണ്. മാർച്ച് 10 കേസിന്റെ അന്തിമവാദം പൂർത്തിയായി. 2023 ഏപ്രിൽ 4 അട്ടപ്പാടിയിൽ മോഷണക്കുറ്റമാരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന മധുവിന് താൽക്കാലിക നീതി. 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് മണ്ണാർക്കാട് SC/ST കോടതിയുടെ വിധി. 14-ാം പ്രതിയും 11-ാം പ്രതിയും കുറ്റവിമുക്തർ. 2023 ഏപ്രിൽ 5 കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 13 പ്രതികൾക്ക് 7 വർഷം കഠിന തടവും പിഴയും. ഒരാൾക്ക് 3 മാസം തടവ്. നിരവധി സാക്ഷികൾ കൂറുമാറിയതും പ്രോസിക്യൂട്ടർമാർ മാറി വന്നതും വിധിയെ സ്വാധീനിച്ചിരിക്കാം. 2023 മെയ് ശിക്ഷിക്കപ്പെട്ട 1-ാം പ്രതിയുടെ ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി മരവിപ്പിച്ചു. കേസിൽ സുപ്രീം കോടതിയിൽ വ്യവഹാരം തുടരുന്നു. പേര് മധു. കുറ്റം മോഷണം. ശിക്ഷ ഇടിച്ചും തല്ലിയും കൊല്ലൽ. മധുവിന് നീതി കിട്ടിയോ എന്ന ചോദ്യത്തിന് മനസാക്ഷി മരവിക്കാത്ത മനുഷ്യസ്നേഹികൾക്ക് ഉത്തരമുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ദയനീയമായ ആ നോട്ടത്തോടെ ബന്ധനസ്ഥനായി നിസ്സഹായനായി നിൽക്കുന്ന ആ മനുഷ്യൻ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിശപ്പെന്താണെന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ മധുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അയാൾ കള്ളൻ മാത്രമാണ്. വിചാരണ ചെയ്ത് വിധി കൽപ്പിക്കേണ്ട കള്ളൻ. ആൾക്കൂട്ടം അതിന് പല കാരണങ്ങളും ചമയ്ക്കുകയും ചെയ്യും. മരിച്ചെങ്കിലും അയാൾ കുറ്റവാളിയാണ് എന്ന ന്യായം പറയും. സമൂഹം മധുവിനെ പോലെ അനേകം മനുഷ്യരെ ഉൾക്കൊള്ളുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാകാത്തിടത്തോളം കാലം മധുവിൻ്റെ പക്ഷം പലർക്കും മനസ്സിലാകണമെന്നില്ല. അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം നടത്തി ആഘോഷിക്കുമ്പോഴും മധുവിനെ പോലെ ചിലരെങ്കിലും ഉണ്ടായേക്കാമെന്ന് ഭരണകൂടവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.